ഇതൊരു തലവേദന ആയല്ലോ. ഡേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ, ഞാൻ ഓക്കെ ആണ്. തടയരുത്. ഇത്തവണ ഡിഫറന്റ് ആയ ഒരു അപ്രോച്ച്. പിന്നെന്താ? യെസ്, എക്സാക്ട്ലി. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞാനത് പറയാൻ നിൽക്കുകയായിരുന്നു. ഇനി പറ, ഞാൻ കേക്കട്ടെ. നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? എന്നാലും കുഴപ്പമില്ല, കാര്യം നടന്നാ മതി. ട്രാക്ക് മാറ്റി. നീ ഒളിച്ചിരിക്കായിരുന്നല്ലേടാ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. നാടക നടിയാ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള. ചൂട് കൊള്ളാം മോളെ, അരങ്ങേറാം. യെസ്, ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ലാലേട്ടാ. കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഭയങ്കരമാരെ കലാകാരിയെ കൊണ്ട് കേസ് വാദിപ്പിച്ചാലോ? കളി മാറില്ലേ? അയ്യന്റെ മോനെ. ലാലേട്ടാ, നോ നോ, കോൾ മീ യുവർ ഓണർ. തള്ളക്ക് വിളി ഒഴിച്ച് യു മേ പ്രൊസീഡ്. എനിക്കറിയാടി നിന്റെ ബെസ്റ്റ്, നിന്റെ റാഞ്ച നല്ല ബെസ്റ്റ് ടൈം നോക്കി നടക്കാണെന്ന് എനിക്കറിയാം. കലിപ്പനെ കൊണ്ട് കച്ചേരി പാടിപ്പിച്ചാലോ? കളി മാറില്ലേ? വേണ്ട വേണ്ട, തന്നാലുണ്ടല്ലോ. ഇതാ സത്താർ അല്ല ഗിറ്റാർ. എനിക്ക് ഗിത്താർ വായിക്കാൻ അറിയില്ല. പലതും പഠിക്കേണ്ടി വരും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. ശക്തി കൊണ്ട് കളിക്കുന്നവന് ബുദ്ധി കൊണ്ട് കളിപ്പിച്ചാലോ? എനിക്ക് വിഷമമൊന്നുമില്ല. ശമ്പളം തരുന്നവൻ എരപ്പാളി ആയാലും അതെന്റെ മുതലാളിയാ. മൂവില്ല, അമൃതാഞ്ജനം മതിയാ. അയ്യോ, എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാൻ. അയ്യോ, എന്റെ കർത്താവെ, ഞാൻ വിചാരിച്ച് കണ്ടടിച്ചു പോയ ഗോപാലായിരിക്കും. കളി മാറുകയാണ്, മാറ്റുകയാണ്. ബിഗ് ബോസ് സീസൺ 6. അതാണോ ഉദ്ദേശിച്ചത്? കാരണം മാറ്റി പിടിക്കുമ്പോഴല്ലേ കാണാൻ രസം കൂടുന്നത്. കച്ചവടം ഈ നാട്ടിൽ നടക്കൂല. വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കോ. ബിഗ് ബോസ് സീസൺ 6. ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴാണ് അവൻ ബിഗ് ബോസ് സീസൺ 6. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ